എല്ലാവർക്കും സന്തോഷം, സ്നേഹം. സ്വപ്നം എന്ന തൊട്ടാൽ കിലുങ്ങുന്ന വാക്കിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഈ വർഷം അങ്ങനെ, ഈ പുതിയ വർഷം അങ്ങനെ കൊടിയേറട്ടെ. ഭംഗിയല്ലേ? സ്വപ്നം എന്ന വാക്കിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നു. സ്വപ്നങ്ങൾ തൻ സപ്തവർണാഞ്ചിത ചിത്രവടിയൂന്നിയൂന്നി നടന്നു നാം. ONV കുറുപ്പിൻ്റെ, മഹാകവി ONV കുറുപ്പിൻ്റെ വരികളിൽ ഒന്നാണിത്. സ്വപ്നങ്ങൾ തൻ സപ്തവർണാഞ്ചിത ചിത്രവടി ഊന്നി ഊന്നി നടന്നു നാം. എന്താണ് ഇവിടെ സ്വപ്നം എന്നുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സ്വപ്നങ്ങളുടെ സപ്തവർണാഞ്ചിത ചിത്രവടി. ശരിക്കും സ്വപ്നത്തെ ഇവിടെ എന്താക്കിയിരിക്കുകയാണ്? എന്താക്കിയിരിക്കുകയാണ്? ഒരു വടിയാക്കിയിരിക്കുകയാണ്. വടി, ഊന്നി നടക്കുന്ന വടി. സ്വപ്നത്തിൽ പിടിച്ചു നടന്നു. ഇതാണ് കവി പറയുന്നത്. സ്വപ്നത്തിൽ പിടിച്ചു നടന്നു നമ്മൾ. സ്വപ്നം കണ്ടു നടന്നു. അത് തന്നെ. അതാണ് സപ്തവർണാഞ്ചിത ചിത്രവടി ഊന്നി ഊന്നി നടന്നു നാം. സ്വപ്നം കണ്ടു നമ്മൾ നടന്നു എന്നാ പറഞ്ഞത്. അതിനെ ഒരു വടിയാക്കി മാറ്റി. സ്വപ്നത്തെ എന്താക്കി മാറ്റി? ഒരു വടിയാക്കി മാറ്റി. ആ വടി എങ്ങനെയുള്ള വടി? അതാണ് നോക്കേണ്ടത്. സപ്തവർണാഞ്ചിത ചിത്രവടി. എന്തൊരു വടിയത്? സപ്തം എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്തം എന്താണ്? ഏഴാണ്. ഏഴിന് നമ്മൾ പറയുന്നതാണ് സപ്തം എന്നാ പറയുക. 7. വർണ്ണാഞ്ചിത, വർണ്ണം നിറം നമുക്കറിയാം. അപ്പം 7 നിറങ്ങൾ കൊണ്ട് ചിത്രവടി, 7 നിറങ്ങൾ കൊണ്ട് ഉള്ള ചിത്രം ഉള്ള വടിയാണ്. ഈ 7 നിറങ്ങൾ എന്തായിരിക്കും? എവിടെങ്കിലും നിങ്ങൾ 7 നിറങ്ങൾ എന്തിലെങ്കിലും കണ്ടിട്ടുണ്ടോ? പറയും. മഴവിൽ നിറങ്ങൾ ഉണ്ടോ? അപ്പൊ സ്വപ്നങ്ങളുടെ വടിക്ക് എന്ത് നിറമാണ് കൊടുത്തത്? മഴവില്ലിന്റെ നിറങ്ങൾ. മഴവില്ലിന്റെ നിറങ്ങൾ എങ്ങനെയുള്ള നിറമാണ്? അത് മഹാബോറാണോ അതോ അഴകുള്ള നിറങ്ങളാണോ? അഴകുള്ള നിറങ്ങളാണ്. എന്തൊരു ഭംഗിയായിരിക്കും ആ ചിത്രവടിക്ക്, എന്തൊരു ഭംഗിയായിരിക്കും. അടിസ്ഥാനപരമായി എന്തിന്? വടിക്കാണോ? അല്ല, സ്വപ്നത്തിന്. സ്വപ്നങ്ങളുടെ വടി എന്നാണല്ലോ പറഞ്ഞത്. ഇപ്പൊ സ്വപ്നം മഴവിൽ നിറങ്ങൾ പോലെ ഭംഗിയാർന്നതാണ്. ഇതാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. സ്വപ്നം, അല്ലെങ്കിൽ സ്വപ്നത്തിന്റെ മറ്റൊരു വാക്കാ കേട്ടോ മലയാളത്തില്, കിനാവ്. ഇപ്പൊ സ്വപ്നവും കിനാവും ഒക്കെ ഭംഗിയുള്ളതാണ്. അതാണ് മഴവിൽ നിറങ്ങൾ കൊണ്ടാണ് വരച്ചത്. അതുകൊണ്ട് ഭംഗിയുള്ളതാണ്, സൗന്ദര്യമുള്ളതാണ്. നോക്കൂ. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായൊന്നു മാറി. പൂമ്പാറ്റയായൊന്നു മാറി. നോക്കൂ, നമ്മുടെ പ്രസിദ്ധമായ ഒരു സിനിമാ ഗാനം തുടങ്ങുന്നതാണ്. പുലർകാല സുന്ദര, രാവിലെ കണ്ട സുന്ദരമായ സ്വപ്നത്തിൽ ഞാൻ ആരായി മാറി എന്നാണ്? ഞാനൊരു പൂമ്പാറ്റയായി മാറി എന്നുള്ളതാണ്. പൂമ്പാറ്റ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ചിത്രകലയാണ്. ഓരോ പൂമ്പാറ്റയും ഓരോ തരമാണ്, അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ സ്വപ്നത്തെ എന്തിനോടാണ് ഉപമിക്കുന്നത്? പൂമ്പാറ്റയോടാണ് ഉപമിക്കുന്നത്. അല്ലെങ്കിൽ സ്വപ്നത്തെ ഉപമിക്കല്ല, സ്വപ്നത്തിൽ ഞാൻ എന്തായി മാറി എന്നാണ്, അല്ലെ? സ്വപ്നത്തെ ഉപമിക്കല്ല അവിടെ. ശരിക്കും അവിടെ സ്വപ്നത്തിൽ ഞാൻ ആരായി വന്നു,
ഞാൻ ആരായി മാറി? ഞാൻ പൂമ്പാറ്റയായി മാറി. അങ്ങനെ ഞാൻ എൻ്റെ സ്വപ്നം കണ്ടു. ഞാനൊരു പൂമ്പാറ്റയായി പാറിപ്പറന്ന് നടക്കുന്ന സ്വപ്നം. ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്ന നിറഭംഗിയുള്ള സ്വപ്നങ്ങളോടാണ് നമുക്ക് താല്പര്യം. അതുകൊണ്ടാണ് പാട്ടുകളിലും കവിതകളിലുമൊക്കെ ഇങ്ങനെ ഭംഗിയുള്ള സ്വപ്നങ്ങൾ ഇടം പിടിക്കുന്നത്. സ്വർഗത്തിൽ നിന്നും വിരുന്നു വരാറുള്ള ചിത്രശലഭങ്ങൾ നിങ്ങൾ സ്വപ്നങ്ങൾ. സ്വപ്നങ്ങളെപ്പറ്റി വയലാറ് പാടിയത് അങ്ങനെയാണല്ലോ. സ്വർഗത്തിൽ നിന്നും വിരുന്നു വരുന്ന, ഇവിടുന്നല്ല, ഭൂമിയിൽ നിന്നല്ല, ചിത്രശലഭങ്ങളാണ്. സ്വർഗത്തിൽ നിന്നും വരുന്ന ഭൂമിയിലെ ചിത്രശലഭങ്ങൾ തന്നെ എത്ര ഭംഗി. സ്വർഗത്തിൽ നിന്നും വിരുന്നു വരാറുള്ള, അവ സ്വർഗത്തിൽ നിന്നും വരുന്നവയാണത്രേ. അങ്ങനെയുള്ള ചിത്രശലഭങ്ങളാണ് സ്വപ്നങ്ങൾ എന്നാണ് വയലാർ പാടിയത്. അപ്പം സ്വപ്നം അടിസ്ഥാനപരമായി ഭംഗിയും സൗന്ദര്യവും ഉള്ള ഒന്നാണ്. ഇപ്പം സ്വപ്നം എന്ന പേരാണ് നമുക്ക് പഠിക്കാനുള്ള ഈ +1 പാഠപുസ്തകത്തിൻ്റെ, ഈ ചെറിയ പാഠപുസ്തകത്തിൻ്റെ 1ാമത്തെ യൂണിറ്റിൻ്റെ പേര് കിനാവ് എന്നാണ്. കിനാവ് എന്ന് പറഞ്ഞാൽ അർത്ഥം സ്വപ്നം എന്നാണ്. അതാണ് നമ്മൾ സ്വപ്നത്തിൽ നിന്ന് തുടങ്ങിയത്. കിനാവ് എന്നാണ് 1ാമത്തെ യൂണിറ്റ്. ഇപ്പോൾ സ്വപ്നം കാണുന്ന കൺകോണുകളും സ്വപ്നം കാണുന്ന മനസ്സുമൊക്കെയുള്ള ഈ +1 ചേർന്നിരിക്കുന്ന ഈ സുന്ദരികളുടെയും സുന്ദരന്മാരുടെയൊക്കെ ഹൃദയത്തിൽ ചെന്ന് തൊടുകയാണ് ഈ യൂണിറ്റിലൂടെ. കാരണം സ്വപ്നം കാണുന്ന പ്രായം, സ്വപ്നം കാണുന്ന കൺകോണുകൾ, സ്വപ്നം കാണുന്ന മനസ്സ്, ഇതൊക്കെ +1 വിദ്യാർത്ഥിക്കുണ്ട്. അവയെ ഹൃദയപൂർവ്വം തൊടുകയാണ് ഈ കിനാവ് എന്ന യൂണിറ്റ് ചെയ്യുന്നത്. ഒരു ചാറ്റൽ മഴയുടെയൊക്കെ ഭംഗിയില്ലേ, ആ ഭംഗിയോടെയാണ് ഈ യൂണിറ്റിൻ്റെ നനുത്ത പതുങ്ങനെയുള്ള വരവ്. 15, 16, 17 വയസ്സ് ആവേശോജ്വലമായ പ്രായമാണ്. ആവേശം ജനിപ്പിക്കുന്ന പ്രായം, സ്വപ്നം കാണുന്ന പ്രായം. കാവാലം നാരായണ പണിക്കർ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: പർവ്വതമുകളിൽ കയറി ഇറങ്ങി കടലൊട് പൊരുതി കാറ്റിൻ പുറത്തു കയറി സവാരി ചെയ്തു മുകിലിനോടൊപ്പം. ഈ പ്രായത്തെപ്പറ്റി എഴുതിയതാണ്. ഈ 15, 16, 17 വയസ്സ് പ്രായം വല്ലാത്ത പ്രായമാണ്. അതാ പറഞ്ഞേ, അത് പർവ്വതത്തിന്റെ മുകളിൽ കയറും, എന്നിട്ട് ഇറങ്ങും, എന്നിട്ട് കടലിനോട് പോയി ഫൈറ്റ് ചെയ്യും. അപ്പൊ പർവ്വത മുകളിൽ ഈസി ആയിട്ട് കയറിപ്പോവും, എന്നിട്ട് കടലിൽ പോയി കടലിനോട് പൊരുതി കുളിക്കും, എന്നിട്ട് അതിലൂടെ കടന്നുപോയൊരു കാറ്റ്, ആ കാറ്റിന്റെ പുറത്ത് കയറിയിട്ട് സവാരി ചെയ്തു മുകിലിനോടൊപ്പം, മേഘം അതിനോടൊപ്പം ഇങ്ങനെ സവാരി ചെയ്തു പോകും. ഇങ്ങനെയാണ് ഈ പ്രായം. അത് ഈ പ്രായത്തില് വൈകാരികത, ആവേശം കൂടും എന്ന് പറയാനാണ് ഇങ്ങനെ പറഞ്ഞത്. പർവ്വത മുകളിൽ കയറി ഇറങ്ങും, അല്ലാതെ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി പതുങ്ങിയിരിക്കുകയല്ല. ഈ പ്രായത്തിന്റെ സവിശേഷത വികാരാവേശം കൂടുന്ന പ്രായം. അതാണ് കാവാലം പറഞ്ഞത്. പക്ഷേ ഈ പ്രായത്തിൽ വികാരാവേശം മാത്രമല്ല, വിവേകം കൂടി ഉണ്ടാവണം. ഇതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതാണ് വിവേകം എന്ന് പറഞ്ഞാൽ വിവേചിച്ചറിയാനുള്ള മനസ്സ്. നന്മയേത്, തിന്മയേത്, ചെയ്യേണ്ടതേത്, ചെയ്യാൻ പാടില്ലാത്തതേത്, ഇങ്ങനെ വേർതിരിച്ചറിയാനുള്ള ഒരു ബോധം നമ്മോടൊപ്പം ഉണ്ടാവണം, നമുക്കുണ്ടാവണം. നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റ രീതി, ഇതെല്ലാം കൂടുതൽ ഭംഗിയുള്ളതാവേണ്ടതുണ്ട്. അതാണ് നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്ന കാര്യമാണത്. നിങ്ങളും നിങ്ങളുടെ രക്ഷിതാക്കളുമൊക്കെ അവരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ നല്ല സ്വഭാവവും നല്ല പെരുമാറ്റ രീതിയും തങ്ങളുടെ മക്കൾക്കുണ്ടാവണമെന്ന് രക്ഷിതാക്കളും നിങ്ങൾക്കുണ്ടാവണമെന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് വികാരാവേശം മാത്രം പോരാ. എന്തുകൂടി വേണമെന്ന് പറഞ്ഞേ? വിവേകം കൂടി വേണം. നന്മയേത്, തിന്മയേത്, ചെയ്യാൻ പാടില്ലാത്തതേത്, ചെയ്യേണ്ടതേത്, ഇങ്ങനെയൊക്കെയുള്ള തിരിച്ചറിവിന് വേണ്ടി ഈ കിനാവ് എന്ന ഈ ആദ്യത്തെ യൂണിറ്റ് ഈ ഒരു അടിസ്ഥാനത്തിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ്. +1 കുട്ടിയെ കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്ന
കുട്ടിയെ ഈ സന്ദർഭത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക, വളരെ നെഗറ്റീവായി നിങ്ങൾ മനസ്സിലാക്കാൻ ഇടയുള്ള ചില കാര്യങ്ങളെ പോസിറ്റീവാക്കി നിങ്ങൾക്ക് കാട്ടിത്തരികയാണ് കിനാവ് എന്ന യൂണിറ്റ്. ശ്രദ്ധിച്ചു കേൾക്കുക. വളരെ നെഗറ്റീവായി നിങ്ങൾ മനസ്സിലാക്കാനിടയുള്ള 4 കാര്യങ്ങൾ, ഇപ്പോൾ 4 കാര്യങ്ങളെ പോസിറ്റീവാക്കി നിങ്ങൾക്ക് കാട്ടിത്തരുന്നു. കിനാവ് എന്ന യൂണിറ്റിൽ 4 പാഠഭാഗങ്ങൾ, 4 കാര്യങ്ങളെ ഈ 4 പാഠഭാഗങ്ങൾ അഡ്രസ് ചെയ്യുന്നു, അഭിസംബോധന ചെയ്യുന്നു. വളരെ നെഗറ്റീവായിട്ട് നിങ്ങൾ മനസ്സിലാക്കാനിടയുള്ള കാര്യങ്ങളെ പോസിറ്റീവാക്കുമ്പോഴാണ് നമ്മളുടെ ഉള്ളിൽ പോസിറ്റീവ് എനർജി ഉണ്ടാവുക. അപ്പോഴാണ് നമ്മൾ നന്മയുള്ള മനുഷ്യനായി തീരുക. ആദ്യം ഒന്നാമത് ഈ പ്രണയത്തെക്കുറിച്ച്. പ്രണയം എന്നത് വെറും നേരം പോക്കാണ് എന്ന വിചാരം വളരെ അപകടകരമാണെന്നും അങ്ങനെയല്ല എന്നും, പ്രണയം നേരം പോക്കിനു വേണ്ടി മാറി മാറി പ്രേമിക്കുന്ന അത്തരം രീതികൾ അല്ല ശരിയെന്നും, പ്രണയം എന്നത് മനസ്സുകൾ തമ്മിലുള്ള ആത്മാർത്ഥമായ ലയമാണെന്നും. നോക്കുക, മനസ്സുകൾ തമ്മിലുള്ള ആത്മാർത്ഥമായ ലയമാണെന്നും സ്നേഹത്തിൻ്റെ വലിയൊരു വിളംബരമാണതെന്നും ആദ്യ കവിതയായ സന്ദർശനത്തിലൂടെ അവതരിപ്പിക്കുന്നു. ഈ പ്രായവുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവാക്കി മാറ്റുന്നു പ്രണയത്തെ. മറ്റൊന്ന്, സ്ത്രീ ജീവിതത്തെക്കുറിച്ച്. നമ്മൾ സ്ത്രീയായാലും പുരുഷനായാലും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും സമൂഹത്തിലെ ഏറ്റവും മുഖ്യ പ്രമേയങ്ങളിലൊന്നാണ് അത്. ഒപ്പം സ്ത്രീയെ സമഭാവത്തിൽ ഒപ്പം ആണ്, നമുക്കൊപ്പമാണ് എന്ന രീതിയിൽ നോക്കിക്കാണാൻ പുരുഷൻ തയ്യാറാകണമെന്നും അത്തരം കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന, ജീവിതത്തെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്ന ഓർമ്മയുടെ ഞരമ്പ് എന്ന് പറയുന്ന കഥയാണ് രണ്ടാമതായി പഠിക്കാനുള്ളത്. സ്ത്രീ ജീവിതവുമായി ബന്ധപ്പെട്ട് നാം എടുക്കേണ്ട സമീപനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ലോകത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങൾ അനുഭവിക്കുന്ന ഒരു ജനതയായിട്ട് സ്ത്രീകൾ മാറുന്നു എന്നുള്ളത് പത്രവാർത്തകളും ചാനലുകളും ഒക്കെ കണ്ടാൽ നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ സ്ത്രീയോട് നമ്മൾ മാന്യമായി സംസ്കാര ഭദ്രതയോടെ ഇടപെടണം എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു കഥയാണ് രണ്ടാമതായിട്ടുള്ളത്. മൂന്നാമത്, എന്താണ് സാഹസികത? ഈ പ്രായത്തിൽ സാഹസികത കാട്ടാനായിട്ട് തോന്നും. ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് തെറ്റായ ഉത്തരങ്ങളും തെറ്റായ പ്രവണതകളും നിലകൊള്ളുന്നുണ്ട് സാഹസികതയെ പറ്റി. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, പുറത്തേക്കിറങ്ങിയാൽ നിങ്ങളെ റാഞ്ചിക്കൊണ്ടു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് സാഹസികതയുടെ പറ്റി, സാഹസികതയുമായി ബന്ധപ്പെട്ട്. കൊട്ടേഷൻ ഗ്യാങ് ഒന്നും അല്ല സാഹസികത എന്നും. നേരെ മറിച്ച് സാഹസികത എന്ന് പറഞ്ഞാൽ, നോക്കൂ, പ്രകൃതിയെ അടുത്തറിയാനുള്ള സാഹസിക യാത്രയും മറ്റുമാണെന്ന് വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന യാത്രാവിവരണ ഭാഗം നമ്മെ അത്ഭുതപ്പെടുത്തി ആഹ്ലാദിപ്പിക്കുന്നു. ഇതാണ് സാഹസികതയ്ക്ക് മറ്റൊരു മാർഗം, പോസിറ്റീവായ മാർഗം. മറ്റ് നെഗറ്റീവായ ഒരു മാർഗത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. കൗമാരത്തിൽ നമ്മൾ വഴിതെറ്റി പോകാൻ പാടില്ല. നേരെ മറിച്ച് മറ്റ് ബൗദ്ധികമായ ബുദ്ധിപരമായ കാര്യങ്ങളിൽ നമ്മൾ സാഹസികത കാട്ടണം എന്ന ബോധം നമുക്കുണ്ടാക്കി തരുന്നു ഈ യാത്രാവിവരണം. ഒക്കെ വിശദാംശങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഞാൻ ഈ യൂണിറ്റിനെ പറ്റി പൊതുവായൊന്ന് പറയുകയാണ്. ഈ യൂണിറ്റിൽ അവസാന ഭാഗത്ത് മത്സ്യം എന്നൊരു കവിതയുണ്ട്, ചെറിയൊരു കവിത. നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ നമ്മോടൊപ്പം ജീവിക്കുന്ന ആളുകളോട് നമുക്ക് കരുണയും കരുതലും വേണോ? ഉറപ്പായും വേണം, അല്ലേ? വീണ് കിടക്കുന്നവനെ നോക്കിയിട്ട് നേരെ അങ്ങ് നടന്നു പോകുന്നത് മനുഷ്യത്വ ഇല്ലായ്മയാണ്. അടിച്ചമർത്തപ്പെട്ട ഒരുപാട് മനുഷ്യർ, സാധാരണ മനുഷ്യനുണ്ട്. മനസ്സുകൊണ്ടും പ്രവർത്തനം കൊണ്ടും അവരോട് നമ്മൾ അനുഭാവം കാട്ടേണ്ടതുണ്ട്. അവരെ നമ്മൾ നമ്മുടെ സഹോദരരായി കാണേണ്ടതുണ്ട്. എല്ലാവരെയും സഹോദര തുല്യരായി കാണാൻ പ്രേരിപ്പിക്കുന്ന
ഒരു കവിത കൂടി ഈ കിനാവ് എന്ന യൂണിറ്റിലുണ്ട്. ഇങ്ങനെ നമ്മുടെ നമ്മുടെ ജീവിതത്തിൻ്റെ സാംസ്കാരിക ഭാവത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന യൂണിറ്റാണിത്. നമ്മളെ നല്ല മനുഷ്യനാക്കി തീർക്കുന്ന, കൂടുതൽ നല്ല മനുഷ്യനാക്കി തീർക്കുന്ന ഈ യൂണിറ്റ് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിനു മുമ്പ് എന്തായിരുന്നു അതല്ലാതെ പുതിയ അനുഭവങ്ങളിലൂടെ പടർന്നു പോവുകയും പുതിയ ഒരു മനുഷ്യനായി നമ്മൾ മാറുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിന് ഇപ്പോഴും ഭംഗികളൊക്കെ ഉണ്ട്, പക്ഷേ ആ ഭംഗികൾ അല്പം കൂടി കൂടും ഇത് പഠിച്ചു കഴിയുമ്പോൾ. അങ്ങനെയാണ് ഈ കിനാവ് എന്ന യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നിങ്ങളത് മനസ്സിലാക്കണം. അപ്പം നമുക്ക് ഈ സ്വപ്നങ്ങൾക്ക് യാതൊരു അതിർവരമ്പുമില്ല, ഉറപ്പാണത്. അതിന് അതിരുകളൊന്നുമില്ല. ഈ യൂണിറ്റിലേക്ക്, ഈ യൂണിറ്റിൻ്റെ പാഠഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ യൂണിറ്റിൻ്റെ പ്രവേശക പ്രവർത്തനം, അത് ചെറിയ ഒരു നോവൽ ഭാഗമാണ്. നോവലെന്നൊന്നും പറയാനില്ല, വലിയ നോവലിലെ ഒരു ചെറിയ ഒരു അര പേജ്, അതാണ് പ്രവേശക പ്രവർത്തനമായി കൊടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് അതൊന്ന് വായിക്കാം. വളരെ വേഗം നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ശ്രദ്ധിക്കുക, ഞാനൊന്ന് വായിക്കാം. റിച്ചാർഡ് ബാക്ക് എന്ന് പറയുന്ന അമേരിക്കൻ റൈറ്റർ എഴുതിയ ജോനാഥൻ ലിവിങ്സ്റ്റൺ എന്ന കടൽക്കാക്ക, ജോനാഥൻ ലിവിങ്സ്റ്റൺ സീഗൾ എന്ന നോവലിലെ ഒരു ചെറിയ ഒരു പേജ് ഇല്ലത്, അര പേജ് വായിക്കാം. ശ്രദ്ധിക്കുക നിങ്ങൾ. മറ്റു കടൽക്കാക്കകളെ പോലെ താണു പറന്ന് ഇരതേടി പിടിച്ച് ഒതുങ്ങിക്കഴിഞ്ഞുകൂടാൻ ആവുമായിരുന്നില്ല ജോനാഥന്. കൂടുതൽ ഉയരത്തിൽ പറക്കുന്നവനെ കൂടുതൽ ദൂരം കാണാനാവൂ എന്നവൻ വിശ്വസിച്ചു. ഇരുളിനെ കീറി മുറിച്ച് ഉയർന്നു പറക്കാൻ അവൻ പരിശീലിച്ചു കൊണ്ടിരുന്നു. ഇവനെ അങ്ങനെ വിട്ടാ പറ്റില്ല. കടൽക്കാക്കകളുടെ പാരമ്പര്യം, മാന്യത എല്ലാം ഇവൻ തകർക്കും. കൂട്ടത്തിലെ മുതിർന്നവർ അവനെ വിസ്തരിച്ചു. തീറ്റ തേടാൻ ആവുന്നിടത്തോളം ജീവനോടെ ഇരിക്കാൻ ഈ ലോകത്തേക്ക് നമ്മെ വിട്ടിരിക്കുന്നു എന്നല്ലാതെ മറ്റൊന്നും അറിയില്ലല്ലോ ജോനാഥ. ഇത്തിരി പോന്ന ഈ ജീവിതത്തിൽ പിന്നെന്തിനാണ് നീ നമ്മുടെ മാനവും മര്യാദയും കളഞ്ഞു കുളിക്കുന്നത്? 1000 കൊല്ലം മീന്തലകൾക്ക് പിറകെ നാം പരക്കം പാഞ്ഞു. ഇനിയത് പോരാ, നമുക്ക് ജീവിക്കണം. തീർച്ചയായും നമുക്ക് ജീവിക്കേണ്ടതിന് ഒരു ന്യായമുണ്ട്. പഠിക്കേണ്ടതിന്, കണ്ടുപിടിക്കേണ്ടതിന്, സ്വതന്ത്രമാകേണ്ടതിന് എനിക്കൊരവസരം തരൂ. ഞാൻ എന്താണ് നേടിയെടുത്തിരിക്കുന്നത് എന്ന് കാണിക്കാം. ജോനാഥൻ പറഞ്ഞു നിർത്തി. തൻ്റെ ജനം ഇരുളിനെ കീറിമുറിച്ച് ഉയർന്നു പറക്കുന്ന സ്വപ്നമായിരുന്നു അവൻ്റെ മനസ്സ് നിറയെ. ശ്രദ്ധിക്കുക. ഇനി ഈ നോവൽ ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞൊരു അമേരിക്കൻ നോവലിൻ്റെ ഭാഗമാണെന്ന്. ഈ നോവല് റിച്ചാർഡ് ബാക്ക് എന്ന് പറയുന്ന അദ്ദേഹം വലിയ നോവലിസ്റ്റ് ഒന്നുമല്ല. അദ്ദേഹം ശരിക്കും ഒരു വിമാനം പറപ്പിക്കുന്ന ആളായിരുന്നു. റിച്ചാർഡ് ബാക്ക് അദ്ദേഹം എഴുതിയതാണ്. എന്നാൽ ലക്ഷക്കണക്കിന് വായനക്കാർ ഈ പുസ്തകത്തിനുണ്ടായി എന്നുള്ളതാണ് സത്യം. മലയാളത്തിലും ഈ നോവൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ കടൽക്കാക്കകളുടെ ഒരു പ്രത്യേകത, അവരുടെ ജീവിതം അത്രയേ ഉള്ളൂ ഇതിനകത്ത്. അവരുടെ ജീവിതം കൂട്ടുചേർന്നാണ് അവർ ജീവിക്കുന്നത്. മനുഷ്യർ ജീവിക്കുന്ന പോലെ തന്നെ ഏകദേശം. കടൽക്കാക്കകൾ പൊതുവെ അവരുടെ ശീലം മീന്തല തേടി അലയും, താണു പറക്കും, തമ്മിലടിക്കും. ഇതാണ് അവരുടെ ശീലം. 3 വരിയെ നമുക്ക് ഒതുക്കാം. അവരുടെ ശീലത്തിലുള്ളൂ. മീന്തല തേടി അലയും, മീന്തല തേടി ഇങ്ങനെ കടലിൻ്റെ അടിയിലേട്ട് ഇങ്ങനെ അലഞ്ഞു നടക്കും. മീന്തല കഴിക്കാൻ വേണ്ടി ആഹാരം തേടുക, ആഹാരം കഴിക്കുക, അതന്നെ അവരുടെ ജീവിതം. താണേ അത് പറക്കുകയുള്ളൂ, തമ്മിലടിക്കും എന്ത് കാര്യത്തിനും. ഇതിനിടയിലാണ് ജോനാഥൻ എന്ന കടൽക്കാക്ക വരുന്നത്. അയാള് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തനായിരുന്നു. അയാൾ എന്ത് ചെയ്തു? അയാള് ഉയരത്തിൽ പറക്കാൻ തുടങ്ങി. ഉയരത്തിൽ മാത്രമല്ല, വേഗത്തിൽ പറക്കാൻ പരിശീലിച്ചു. നോക്കൂ, ഒതുങ്ങിക്കൂടാൻ തയ്യാറല്ല. എല്ലാവരും നടക്കുന്ന വഴിയെ നടക്കാൻ തയ്യാറല്ല. സാഹസികമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതബോധം ജോനാഥൻ്റെ.
ഇതിലൂടെയൊക്കെ മനുഷ്യന്റെ കാര്യം തന്നെയാണ് പറയുന്നത് കേട്ടോ. കടൽക്കാക്കകളിലൂടെ മനുഷ്യനിങ്ങനെ തന്നെയാവണം എന്നാണ് പറയുന്നത്. അതായത് എല്ലാവരും നടക്കുന്ന വഴിയെ നടന്നിട്ടൊരു കാര്യവുമില്ല എന്നാണ് ഈ ജോനാഥന്റെ കഥ നമ്മളോട് പറയുന്നത്. ജോനാഥൻ എന്ത് ചെയ്തു? മറ്റു കടൽക്കാക്കകളെ പോലെ മീന്തല തേടി അലഞ്ഞോ? ആണോ? താണു പറന്നോ? തമ്മിലടിക്കാൻ നിന്നോ? ഇല്ല. നേരെ മറിച്ച് മീന്തലയൊക്കെ അത് കടിക്കുന്നുണ്ട്. പക്ഷേ അതുമാത്രമല്ല ചെയ്തത്, ഉയരത്തിൽ പറക്കാൻ തുടങ്ങി, വേഗത്തിൽ പറക്കാൻ പരിശീലിച്ചു. ജോനാഥന്റെ വീടും എതിർത്തു, ജോനാഥനൊപ്പമുള്ള സുഹൃത്തുക്കൾ, മറ്റ് കടൽക്കാക്കകൾ എല്ലാവരും എതിർത്തു. പക്ഷേ സമൂഹത്തടിക്ക് എതിർത്തു. കടൽക്കാക്ക സമൂഹം മുഴുവൻ എതിർത്തു. ജോനാഥൻ കൂട്ടാക്കിയില്ല. അവസാനം അവര് ജോനാഥനെ അവരുടെ കൂട്ടത്തിൽ നിന്നും പുറത്താക്കി. ജോനാഥൻ അപ്പോഴും ഇരുട്ടിനെ കീറി മുറിച്ച്, നേരത്തെ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രതിസന്ധികളെയും കീറി മുറിച്ച് പറക്കാൻ തുടങ്ങി. എന്നു മാത്രമല്ല, തൻ്റെ സമൂഹം അങ്ങനെ ആവണം എന്നും ആഗ്രഹിച്ചു. പിന്നീട് നോവലിൽ നമ്മൾ കാണുന്നത് പുറത്താക്കപ്പെട്ട ജോനാഥനൊപ്പം 2 കടൽക്കാക്കകൾ ഇതുപോലെ പുറത്താക്കപ്പെട്ടവരാണ്. അവര് ആകാശത്തേക്ക് പറക്കാനായിട്ട് എത്തുന്നു. ഇവരെല്ലാം കൂടെ പറന്നുയർന്ന് ഈ സ്വർഗം എന്ന ഒരു സ്ഥലത്തെത്തുന്നു. അവിടെയും ഒരുപാട് പേരുണ്ട് ഇങ്ങനെ എത്തിയിട്ടുള്ള. എല്ലാവരും ഇഷ്ടം പോലെ പറക്കുന്നു. കുറെ കഴിഞ്ഞിട്ട് വീണ്ടും ജോനാഥൻ സ്വന്തം ഇടത്തിലേക്ക് തിരിച്ചു വരുന്നു. ഒരുപാട് പക്ഷികളെ പറക്കാൻ പഠിപ്പിക്കുകയാണ്. ശരിക്കും വിജയത്തിൻ്റെ പാതയിലാവുന്നു ജോനാഥൻ്റെ ജീവിതം. ജോനാഥൻ വായുവിൽ എവിടെയോ അപ്രത്യക്ഷനാവുകയാണ് നോവൽ അവസാനിക്കുമ്പോൾ. പക്ഷേ പറക്കൽ പരിശീലനവും അവസാനിക്കുന്നില്ല. ജോനാഥൻ്റെ ശിഷ്യൻ പക്ഷികളെ വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങുന്നു, പറക്കാൻ പഠിപ്പിക്കാൻ തുടങ്ങുന്നു. ഇതാണ് ഈ ജോനാഥൻ. ഇവിടെ ശരിക്കും ഈ കടൽക്കാക്ക മറ്റ് കടൽക്കാക്കകളെ പോലെ ആയിരുന്നുവോ? ഇത് നമ്മൾ ആലോചിക്കേണ്ടത്. മറ്റ് കടൽക്കാക്കകൾ നേരത്തെ പറഞ്ഞു, അത് മീന്തല തേടിയലയും, താണുപറക്കും, തമ്മിലടിക്കും. എന്താണ്? മീന്തല തേടിയലയും, താണുപറക്കും, തമ്മിലടിക്കും. ഇതാണ്. ജോനാഥന് ഉയരത്തിൽ വേഗത്തിൽ പറക്കാൻ പരിശീലിക്കുന്നു. ഇതാണ് വ്യത്യാസം. ശരിക്കും ജോനാഥൻ പഴയ വഴി അതേപടി തുടർന്നയാളാണോ? ശ്രദ്ധിച്ചുത്തരം പറയുക. നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ പഴയ വഴി അല്ല. പിന്നെ എന്ത് വെട്ടാൻ അയാൾ തയ്യാറായി? പുതുവഴി വെട്ടുന്നു. അതായിരുന്നു അയാളുടെ ജീവിതയാത്ര. ഞാൻ പറഞ്ഞില്ലേ, ജോനാഥൻ എന്ന് പറഞ്ഞാൽ ഒരു കടൽക്കാക്കയാണ്. അയാളുടെ ജീവിതമാണ് നോവലിൽ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇതൊക്കെ മനുഷ്യന്റെ പ്രതീകമാണ്. ഇത്തരം മനുഷ്യരുണ്ട്. ഇതാണ് നമ്മൾ തേടി പിടിച്ചെടുക്കേണ്ടത്. പുതുവഴി വെട്ടുക ആണ്. അങ്ങനെ ഒരാളായിരുന്നു ശ്രീബുദ്ധൻ. ശ്രീബുദ്ധൻ ആരായിട്ടാണ് ജനിച്ചത്? ശ്രീബുദ്ധൻ മഹാരാജാവായിരുന്നു. അദ്ദേഹം രാജകൊട്ടാരത്തിൽ ജനിച്ചു, മഹാരാജാവായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹം കിരീടം ഉപേക്ഷിച്ച്, രാജാവെന്നുള്ള സ്ഥാനം ഉപേക്ഷിച്ച് എങ്ങോട്ടേക്ക് വന്നു? സാധാരണക്കാരുടെ ഇടയിലേക്ക് വന്നു. അവരുടെ ജീവിത ദുരിതങ്ങൾക്കിടയിലേക്ക് വന്നു. അവരെ കാരുണ്യം എന്ന സങ്കല്പം പഠിപ്പിച്ചു. ഇല്ലേ? നോക്കൂ, ഏറ്റവും ഉയർന്ന സ്ഥാനത്തുനിന്ന് ഏറ്റവും താഴ്ന്ന ഇടത്തിലേക്ക് വരിക. നമുക്കറിയാം, നമ്മളെക്കാളും നമ്മുടെയൊക്കെ വീട്ടിലുള്ള സൗകര്യത്തെക്കാൾ ഒരു അല്പം സൗകര്യക്കുറവുള്ളൊരു വീട്ടിൽ ഒരു ദിവസം താമസിക്കേണ്ടി വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്, അല്ലേ? ബുദ്ധിമുട്ട് തുടങ്ങും നമുക്ക്. ഇദ്ദേഹം ജീവിതം മുഴുവൻ അങ്ങനെ ആക്കി കളഞ്ഞു. അത് ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ ഇരുന്നയാളാണ്. അവിടുന്നാണ് എല്ലാ രാജാക്കന്മാരും ആ അവസ്ഥയിൽ തുടർന്നപ്പോൾ പുതുവഴി വെട്ടി. ബുദ്ധനകത്ത്, ബുദ്ധന്റെ ഉള്ളിൽ ആരുണ്ട്? ഒരു ജോനാഥൻ ലിവിങ്സ്റ്റൺ ഉണ്ട്. ഇതാണ്, ജോനാഥൻ ലിവിങ്സ്റ്റൺ ഉണ്ട് ബുദ്ധന്റെ ഉള്ളിൽ. അപ്പൊ പുതുവഴി വെട്ടുന്നവന്റെ ജീവിതയാത്രയാണ് ജോനാഥൻ ലിവിങ്സ്റ്റൺ. ഒരു ഉദാഹരണം ബുദ്ധനെ നമുക്ക് എടുക്കാം. ഇനി മറ്റൊന്ന്
നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, അദ്ദേഹം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നയിച്ചു, നമുക്കറിയാം. പക്ഷെ ഇന്ത്യയുടെ ഒന്നും അല്ല ആദ്യം നയിച്ചത്. പിന്നെ എവിടെയാ, ഏത് രാജ്യത്താ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ദക്ഷിണാഫ്രിക്ക. മറ്റൊരു രാജ്യത്തേക്ക് പോകണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മുട്ടിടിക്കും. ഇവിടെ പോവുക മാത്രമല്ല, അവിടെ ചെന്നിട്ട് ആ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുഖ്യ പങ്ക് വഹിക്കുന്നു, അല്ലേ? ദക്ഷിണാഫ്രിക്കൻ. നോക്കൂ, അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യ ദാഹമായിരുന്നു ഗാന്ധിയുടെ സ്വപ്നം അതായിരുന്നു. അതിന് അതിരുകളില്ല. അതാണ്, എവിടെ ചെന്ന് വീണോ അവിടെ സ്വാതന്ത്ര്യ സമരം നടത്തും. ഇതായിരുന്നു ഗാന്ധി. ഇന്ത്യയിലേക്ക് വരുന്നു, ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം നയിക്കുന്നു, ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് പറഞ്ഞുവിടുന്ന ഇതിൽ ഏറ്റവും മുഖ്യ പങ്കാളിയായി മാറുന്നു, അല്ലേ? എല്ലാവരെയും പോലെയാണോ? ഗാന്ധിയുടെ അച്ഛൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം എന്തായിരുന്നു? ഒന്നാം തരം ഒരു വക്കീലാകാനായിരുന്നു. വക്കീൽ പരീക്ഷയൊക്കെ പാസ്സായി, അല്ലേ? പക്ഷേ ഗാന്ധി അവിടെ നിന്നോ? ഇല്ല. ഗാന്ധി അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നുപോയി. ജോനാഥൻ പറന്നതുപോലെ ഉയരത്തിൽ, വേഗത്തിൽ. ഇതാണ് ജോനാഥൻ. അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യ ബോധമാണ് ജോനാഥൻ. ഇവരിലൊക്കെ അതുണ്ട്, ജോനാഥൻ ഭാവമുണ്ട്. ഇപ്പൊ നമുക്ക് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സാമൂഹിക പ്രവർത്തക ഇതിലൊരാൾ ഒരു മലയാളിയാണ്. മേഴ്സി മാത്യു എന്ന് വിളിക്കുന്ന പാലക്കാരി. ദയാഭായി എന്നാണ് അവരറിയപ്പെടുന്നത്. ആദിവാസികളുടെ ഇടയിൽ അവർ പ്രവർത്തിക്കുകയാണ് ഉത്തരേന്ത്യയിൽ വർഷങ്ങളായിട്ട്. ദയാഭായി അവർ നമ്മുടെ സ്കൂളിൽ ഒരിക്കലും വന്നിരുന്നു, വർഷങ്ങൾക്ക് മുമ്പാണ്. ദയാഭായി നമ്മുടെ സ്കൂളിലൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നു. അപ്പം അന്നത്തെ പ്രിൻസിപ്പാള് അവരെ കണ്ട് തൊഴുതിട്ട് എണീറ്റു. എന്നിട്ട് ടീച്ചറായിരുന്നു. ടീച്ചർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എങ്ങനെ ഇങ്ങനെയായി? കാരണം ദയാഭായിയുടെ വേഷം തന്നെ ആദിവാസി വേഷമാണ്. നോക്കൂ, പാലായിൽ പൂവരണിയിൽ നേഴ്സിംഗ് ഒക്കെ പഠിച്ച് നേഴ്സായി പോയ ദയാഭായി ആദിവാസികൾക്കിടയിൽ ജീവിക്കുകയും അവരുടെ വേഷമണിയുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി തൻ്റെ നിത്യജീവിതം മാറ്റിവെക്കുകയും ചെയ്യുന്നു. ഇതൊരു വലിയ വഴിമാറി നടപ്പാണ്. ഈ വഴിമാറി നടപ്പാണ് ജോനാഥൻ, അല്ലേ? അറിവിന്റെ പുതിയ തീരം തേടലാണ് ജോനാഥൻ. നിങ്ങൾക്കറിയാം, നിങ്ങൾ സയൻസ് പഠിക്കുമ്പം മാഡം മേരി ക്യൂറി പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ മേരി ക്യൂറി, അല്ലേ? കുട്ടികളെ ട്യൂഷൻ പഠിപ്പിച്ച പൈസയായിട്ട് ആണ് അവർ ഫ്രാൻസിലേക്ക് പോകുന്നത്. കുട്ടികളെ ട്യൂഷൻ പഠിപ്പിച്ചുണ്ടാക്കിയ പൈസ, പണമുള്ള വീട്ടിലെ കുട്ടിയൊന്നുമല്ല. ഫ്രാൻസിൽ പോയി സയൻസ് പഠിച്ച് പോളണ്ടിൽ നിന്നും പോയി പൊളോണിയം, റേഡിയം ഇതൊക്കെ കണ്ടുപിടിച്ചില്ലേ? 2 തവണ ലോകത്തിന് നോബൽ സമ്മാനം കിട്ടിയ ഒറ്റയാള് അത് മേരി ക്യൂറി മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ? ഒരു സാധാരണ ജീവിതത്തിനും അപ്പുറത്തേക്ക് പോവുക. ഇതാണ് ജോനാഥൻ. അറിവിന്റെ പുതിയ തീരം തേടലാണ് ജോനാഥൻ. ആത്മവിശ്വാസത്തോടെ ജീവിക്കലാണ് ജോനാഥൻ. കൂടുതൽ ആത്മവിശ്വാസം നമുക്ക് തരുന്നു. ജോനാഥൻ സ്വയം മാറുക മാത്രമല്ല, തൻ്റെ സമൂഹം മാറണം എന്ന ചിന്ത കൂടിയുണ്ട്, അല്ലേ? നമ്മുടെ ആ നോവൽ ഭാഗത്തിന്റെ അവസാനം ഇരുളിനെ കീറിമുറിച്ച് തൻ്റെ സമൂഹം മാറുന്ന സ്വപ്നം കാണുന്നുണ്ട് ജോനാഥൻ. അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് ജോനാഥൻ. അവിടെ വന്നിട്ട് എല്ലാവരെയും പറക്കാൻ പരിശീലിപ്പിക്കുന്നുണ്ട്. സമൂഹം മാറ്റണമെന്ന ചിന്ത ഇതായിരുന്നു ജോനാഥൻ. എങ്കില് ശ്രീനാരായണ ഗുരുദേവനില് ജോനാഥൻ ഉണ്ടായിരുന്നോ? ശ്രീനാരായണ ഗുരുദേവന്റെ ഉള്ളിൽ ആലോചിക്കൂ നിങ്ങൾ. ഉറപ്പായും ഉണ്ടായിരുന്നു, അല്ലേ? സവർണർക്കു മാത്രം ആരാധിക്കാൻ ദൈവമുള്ളപ്പോഴാണ്, അല്ലേ, ശിവപ്രതിഷ്ഠ നടത്തിയത്. എല്ലാവർക്കും ആരാധിക്കാൻ ദൈവത്തെ തരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. ഒരു സമൂഹത്തെ മാറ്റാൻ വേണ്ടിയാണ്. നോക്കൂ, അവിടെ എഴുതി വെച്ചത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ജാതി വഴക്കില്ലാതെ, മതവിദ്വേഷമില്ലാതെ എല്ലാവരും സോദരത്വേന, എല്ലാവരും സഹോദരരാണെന്ന ബോധ്യത്തിൽ. ഇതുതന്നെയാണ് നബി പ്രവാചകനും പറഞ്ഞത്, എല്ലാവരും സഹോദരരാണ്. ക്രൈസ്റ്റും എല്ലാവരെയും സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് പറയുന്നത്.
അപ്പൊ ഇവരിലൊക്കെ നബി പ്രവാചകനിലും ശ്രീനാരായണ ഗുരുദേവനിലും ക്രൈസ്റ്റിലും സ്വാമി വിവേകാനന്ദനിലും എല്ലാം നമുക്ക് ഈ സമൂഹത്തെ മാറ്റണമെന്ന ചിന്തയാണ് ജോൺനാഥൻ. ഇതിലൊക്കെ ജോൺനാഥനെ നമുക്ക് കണ്ടുമുട്ടാൻ കഴിയും. അപ്പൊ ജോൺനാഥൻ എന്ന കടൽക്കാക്ക പലതിൻ്റെയും പ്രതീകമാണ്, സിംബലാണ്. അതാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഒന്ന് അടുക്കി പറയാം, അതൊരു പുതുവഴി വെട്ടലാണ്, അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യമാണ് ജോൺനാഥൻ നമ്മോട് പറയുന്നത്. വഴിമാറി നടപ്പാണ്, എല്ലാവരും നടന്ന വഴിയല്ലത്. അറിവിന്റെ പുതിയ തീരങ്ങളിലേക്കുള്ള വരവാണ്. ആത്മവിശ്വാസത്തോടുള്ള ജീവിതമാണ്, സമൂഹത്തെ മാറ്റണം എന്ന ചിന്തയാണ്. നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു ചെറിയ ചോദ്യം. കോഴിക്കുഞ്ഞും കാക്കക്കുഞ്ഞും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ശ്രദ്ധിക്കുക നിങ്ങൾ. കോഴിക്കുഞ്ഞ് എന്ത് ചെയ്യും? വീടിന്റെ ഇട്ടാവട്ടത്ത് കിടന്ന് കറങ്ങും. കാക്കക്കുഞ്ഞോ അതെങ്ങോട്ടേക്ക് പറന്നു പോകും? ഈ ആകാശത്തിന്റെ അനന്തതയിലേക്ക് പറന്നു പോകും. നാം എന്താവാനാണ് ആഗ്രഹിക്കേണ്ടത്? കോഴിക്കുഞ്ഞോ കാക്കക്കുഞ്ഞോ? ഉറപ്പായും നമ്മളുടെ ഉള്ളില്, എല്ലാവരുടെയും ഉള്ളിൽ ഊർജമുണ്ട്. നമുക്ക് പലതും ആവാൻ കഴിയും. നമ്മൾ ഒന്നെങ്കിൽ വേണ്ട എന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായി അതിനെപ്പറ്റി ഒരു ഉപദേശം ആരും തരാനില്ലാതായി പോയിട്ട്, അങ്ങനെ അല്ലെങ്കിൽ അരുതാത്ത ചിന്തകൾ നമ്മുടെ മനസ്സിൽ വന്നിട്ട്, ഈ 3 പ്രതിസന്ധികളെയും നമ്മൾ മറികടക്കണം. 3 പ്രതിസന്ധികളെയും നമ്മൾ മറികടക്കണം. നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ ഉള്ളിൽ ഊർജമുണ്ട്. നമുക്ക് കാക്കക്കുഞ്ഞിനെ പോലെ പറന്നു പോവാനാവും. നമുക്ക് പലതുമാവാൻ കഴിയും. അങ്ങനെ നമ്മൾ സ്വപ്നം കാണണം. ഇതാണ് ജോൺനാഥൻ നമ്മോട് പറഞ്ഞത്. ചെറിയ ഇട്ടാവട്ടത്തിൽ കോഴിക്കുഞ്ഞ് ഇങ്ങനെ ചെറിയ ഇട്ടാവട്ടത്തിൽ ഇങ്ങനെ കറങ്ങി പതുങ്ങി നടക്കുന്നത് പോലെ നടക്കാതെ കാക്കക്കുഞ്ഞിനെ പോലെ അനന്തമായ ആകാശത്തിലേക്ക് സഞ്ചരിച്ചു പോവുക. ഇതാണ് ഈ ജോൺനാഥൻ ലിവിങ്സ്റ്റൺ എന്ന കടൽക്കാക്ക എന്ന നോവലിൻ്റെ ഈ ചെറിയ ഭാഗം നമ്മളോട് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് തോന്നുന്നു. നിങ്ങൾ ചെയ്യേണ്ട പ്രധാന കാര്യം, ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം ജോൺനാഥനുണ്ട് എന്നാലോചിക്കുക. ജോൺനാഥൻ കുറവാണെങ്കിൽ ജോൺനാഥൻ കൂടുതലാക്കാൻ ശ്രമിക്കുക. എല്ലാവരും നടക്കുന്ന വഴിയല്ല, നമുക്ക് സ്വന്തമായൊരു വഴി വേണം. നമുക്കൊരു കൃത്യമായ ഈ പഠനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ, +1 പഠനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് കൃത്യമായ ഒരു ലക്ഷ്യബോധം ഉണ്ടാവാൻ ഈ ചെറിയ നോവൽ ഭാഗം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ.